ഹലോ, അസ്സലാമലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. നമ്മൾ പ്ലാന്റിനൊക്കെ ഫംഗിസൈഡാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പ്ലാന്റൊക്കെ ഒന്ന് നന്നായിട്ട് നനച്ചിടണം കേട്ടോ. നനക്കുന്നുണ്ട്, പക്ഷെ അത് കാണുന്നില്ല. സ്പ്രേയറിലാണ്, സ്പ്രിങ്ക്ലറിലാണ് കേട്ടോ നനക്കുന്നത്. അപ്പോൾ നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളും പ്ലാന്റ് നനഞ്ഞതിന് ശേഷം നമുക്ക് ഫംഗിസൈഡ് കൊടുക്കാം കേട്ടോ. മഴ പെയ്യണ പോലെ ചെറുതായിട്ട് ചാറ്റൽ മഴ പോലെയാണ് കേട്ടോ അത് നനയണത് സ്പ്രിങ്ക്ലറിന്. പക്ഷെ അത് അറിയുന്നില്ല. പ്ലാന്റുകളൊക്കെ നനയുന്നുണ്ട് കേട്ടോ. പ്ലാന്റുകളൊക്കെ നല്ല പച്ചപ്പുള്ള നല്ല പുതിയ വേരുകൾ വരുന്നുണ്ട് കേട്ടോ. നല്ല കരുത്തുള്ള തൈയും വന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുണ്ടാവും. എന്തായാലും ഒരു 5-6 മാസം കൊണ്ടൊക്കെ നിറയെ പൂക്കളുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണു. നമ്മളിപ്പോൾ കുറച്ച് കാലം അടുപ്പിച്ചൊന്നാണ് വളം കൊടുത്തിട്ട് പ്ലാന്റിൻ്റെ ക്ഷീണങ്ങളൊക്കെ ഒന്നാണ് തീർക്കുക. ഒരു 15 ദിവസം കൂടുമ്പോൾ എന്തായാലും ഫംഗിസൈഡ് നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ ഫംഗിസൈഡാണ് കൊടുക്കുന്നത് കേട്ടോ. കൊടുക്കുന്നത് സാഫാണ്. ഞാനധികം സാഫ് തന്നെയാണ് കൊടുക്കൽ. ഞാൻ കൊടുക്കുന്നത് പറയേണ്ട ആവശ്യമില്ല നിങ്ങളോട്. എന്നാലും ഞാനത് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് കറക്റ്റായിട്ട് നിങ്ങളെ കാണിക്കണം കേട്ടോ. 2 ദിവസം കൂടുമ്പോൾ ഇടവിട്ടാണ് നമ്മൾ വളവും ഇതൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ കൊടുക്കുന്നത് എന്തൊക്കെയാണ് പ്ലാന്റിൽ വരുന്ന മാറ്റം എന്ന് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണതെന്ന് കറക്റ്റായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഈ പ്ലാന്റൊക്കെ നല്ല ഹെൽത്തിയായി മൊട്ടും പൂവൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ വീഡിയോ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഈ കാണിക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ ഇടക്കും തലക്കൊക്കെ ആയിട്ട് നിങ്ങളെ പ്ലാന്റിന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. 30 ml ഒരു അളവ് പാത്രമാണത് കേട്ടോ. അതിനൊരു പാത്രമാണ് എടുത്തിട്ടാണ് അതിൽ ഇട്ടത്. 3 ലിറ്റർക്ക് അത്യാവശ്യം എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഇത് ഒതുക്കി വെച്ച അന്നാണ് സാഫ് നമ്മൾ കൊടുത്തത്. അതിപ്പോൾ കൊടുത്തിട്ട് എന്തായാലും 15 ദിവസത്തിൻ്റെ മേലെ ആയില്ലേ. അപ്പോൾ വീണ്ടും കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് വളങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഫംഗിസൈഡ് കൊടുക്കുക കേട്ടോ. ഇന്നതാണ് കൊടുക്കുന്നത്. ഫോളോ ചെയ്യണവരുണ്ടെന്നുണ്ടെങ്കിൽ 15 ദിവസത്തിൻ്റെ മേലായി നമ്മളിത് കൊടുത്തിട്ട് നിങ്ങളെ പ്ലാന്റിനൊക്കെ ഒന്ന് കൊടുത്തോളൂ കേട്ടോ. കേട് വരാതിരിക്കാൻ നമ്മൾ നോക്കണമല്ലോ. കേട് വന്നിട്ട് അടിക്കുന്നതിലേറെ നല്ലത് കേട് വരാതെ നമ്മൾ സൂക്ഷിക്കുകയാണ് കേട്ടോ. മൊത്തത്തിൽ എല്ലാ പ്ലാന്റിനും കൊടുത്തോണ്ടു. ഞാൻ എല്ലാ പ്ലാന്റിനും കൊടുക്കുന്നുണ്ട്. പ്ലാന്റിൻ്റെ ഉള്ളിൽ കൂടിയും പുറത്തു കൂടിയും ഒക്കെ കൊടുക്കണം കേട്ടോ. മേലെ കൂടെ മാത്രം പൂശി പോയിട്ട് കാര്യമില്ല. ലീഫിൻ്റെ അടിയിലെ ഈ കരം ഈ പെസ്റ്റുകളൊക്കെ വന്നുകാണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ സാഫ് ഐമിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ മടിയേക്കാരം. പെസ്റ്റിസൈഡ് കൊടുക്കണം നമ്മൾ ഇടയ്ക്ക്. അത് വേറെ കാര്യം. നമ്മൾ ഇതുവരെ പെസ്റ്റിസൈഡ് കൊടുത്തിട്ടില്ല. പിന്നെ ഫംഗിസൈഡ് മാത്രമാണ് കൊടുത്തേക്കണത്. പിന്നെ നമ്മൾ ടോണിക്ക് കൊടുത്തല്ലോ. അപ്പോൾ അതിൻ്റെ പേര് പോളിബയോണ് കൊടുക്കണോണ്ട് രോഗങ്ങൾ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് നമ്മളെ പ്ലാന്റിന് കിട്ടിയിട്ടുണ്ടാവും. 2 പ്രാവശ്യമായിട്ട് നമ്മൾ പോളിബയോൺ എന്ന് പറഞ്ഞ ടോണിക്ക് കൊടുത്തു. അതുകൊണ്ട് അസുഖങ്ങളൊന്നും പെട്ടെന്ന് വരില്ല. പിന്നെ അത് വരാതിരിക്കാനും വേര് നല്ല ഹെൽത്തി ആയിട്ട് നല്ല കരുത്തോടു കൂടി വളരാനും വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുത്തത് കേട്ടോ. പോളിബയോൺ വാങ്ങിയിട്ട് ഒരു കുപ്പി വാങ്ങിയാൽ നമുക്ക് കുറേ ദിവസം കൊടുക്കാനുണ്ടാകും. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യമാണ് കൊടുത്തത്. ഇനി 2 പ്രാവശ്യം കൂടിയൊക്കെ കൊടുക്കാൻ എന്തായാലും അത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേന് പ്ലാന്റൊക്കെ ഒന്ന് നല്ല ഹെൽത്തി ആയിട്ട് നിന്നോളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഫംഗിസൈഡും കൂടി ഒന്ന് കൊടുക്കുക. എല്ലാതും മാറി കൊടുത്താൽ മതി. ഒന്നെന്നെ കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളതൊക്കെ മാറി കൊടുത്താൽ മതിയേ. പ്ലാന്റൊക്കെ ഒന്ന് ഹെൽത്തി ആയിട്ട് വരണം. നമ്മളിപ്പോൾ അത്ര വിചാരിക്കണുള്ളൂ. ഈ ഉണങ്ങി നിൽക്കുന്നതിനൊക്കെ ഒരു മാറ്റം വരണം. നല്ല ഒരു പച്ചപ്പൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വരണം. വേരൊക്കെ നല്ല ഉഷാറാവണം. അത്രേ നമ്മൾ ആഗ്രഹിക്കണുള്ളൂ. അത് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലാന്റ് നല്ല ഹെൽത്തി ആയി വന്നാൽ തന്നെ പൂവ് താനെ വരും. അപ്പോൾ നമ്മൾ ആദ്യം പൂവിടാൻ വേണ്ടിയിട്ടല്ല കൊടുക്കേണ്ടത് കേട്ടോ. പ്ലാന്റ് ഹെൽത്തി ആവാനും നല്ല വേരോടുകൂടി പുതിയ കിക്കീസുകൾ വരാനും ഒക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്.
അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പൂക്കൾ തരും. മുട്ടും പൂവൊക്കെ നമുക്ക് ഉണ്ടാവും കേട്ടോ പ്ലാന്റിൽ. നല്ല കരുത്തോട് കൂടി കേട്ടോ വേരൊക്കെ വരുന്നത്. ഇനി വേരൊക്കെ വരുന്നത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണു. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലും കൂടി നിങ്ങളൊന്ന് അമർത്തണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.